ശബരിമലയിലേക്ക് മല കയറി എത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം കിട്ടുക എന്നതൊരു പ്രധാന ആശ്വാസമാണ്. ഇതിനായി ശരംകുത്തിയിലാണ് 10,000 ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടാണ് ക്യൂവിൽ ഉൾപ്പെടെ നിൽക്കുന്ന ഭക്തർക്ക് വെള്ളം എത്തിക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക സംഘം തന്നെ രാപകലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. മല കയറി വരുന്ന ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരല്പം കുടിവെള്ളം കിട്ടുക എന്നുള്ളത്. പല ഘട്ടത്തിലും ചില സമയങ്ങൾക്ക് മുൻകാലങ്ങളിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആധുനികമായ ഒരു കുടിവെള്ള സജ്ജീകരണ സംവിധാനം ഒരുക്കി ശരംകുത്തിയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. അതിൻ്റെ നടത്തിപ്പുകാരാണ് എനിക്കൊപ്പം ഉള്ളത്. ചേട്ടാ, ഏതാണ്ട് ഒരു 10,000 ലിറ്റർ അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ? അത് ആ 2 ബോയിലറിനെ തിളപ്പിച്ച് ഈ 3 ബോയിലറിലോട്ട് പമ്പ് ചെയ്ത് കയറ്റുക. അത് പിന്നെ നടപ്പന്തൽ, ശബരികുടം, മരക്കൂട്ട് 3 സ്ഥലത്തേക്കും പൈപ്പ് കണക്ഷനാണോ? എങ്ങനെയാ? അതാണ് കണക്ഷനാണ്. ഈ പിന്നെ ഇതെന്ത് വെള്ളമാണ്, എന്താണ് അതിൻ്റെ ഒരു രീതി എന്താണ് പറയുന്നത്? ഇന്നത്തെ മെഡിസിൻ എന്ന് പറയുന്നത് പതിമുഖം, രാമച്ചം, ചുക്കാണ്. ഇതിൻ്റെ അളവെന്ന് പറയുകയാണെങ്കിൽ പതിമുഖവും മറ്റേ ചുക്കും കൂടെ 1.25 കിലോ ആണ്. പിന്നെ രാമച്ചം പറഞ്ഞാൽ 625 ഗ്രാമാണ്. അത് നമ്മൾ കിഴി കെട്ടിയാണ് നമ്മൾ ബോയിലറിട്ട് അത് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഇതിലോട്ട് ഇടുക. ഒരു ദിവസം കുറേ തവണ ഇത് ഉണ്ടാക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ? ഒരു 7-8 വട്ടമെങ്കിലും തിളപ്പിക്കാറുണ്ട്. നമ്മൾ ഓരോ തിളപ്പിൽ കഴിയുമ്പോഴും ഓരോ കിഴി നമ്മൾ ചേഞ്ച് ചെയ്താണ് അടുത്ത കിഴി കെട്ടിയിടും. ഓരോ മണിക്കൂറിൽ മാറ്റുമോ? ഈ ഓരോ കിഴിയും ഓരോ മണിക്കൂർ മാറ്റും. മണിക്കൂർ ഇപ്പോൾ ഈ തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഇതിലോട്ട് മാറ്റിയതിന് ശേഷം ആദ്യം ഇട്ടേക്കുന്ന കിഴികളെല്ലാം മാറ്റിയിട്ട് പുതിയ കിഴി ഇവിടെ കെട്ടി വെച്ചിട്ടില്ലേ, അതേപോലെ മാറ്റിയിട്ട് കൊടുക്കും. ഇടയ്ക്ക് കറണ്ട് പോകുന്ന അങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ ഇല്ല, അതിനുള്ള സംവിധാനമുണ്ട്. KCB-കാർ വന്നപ്പോൾ ഇവിടെ റെഡിയാകും. കുറച്ച് നേരം കറണ്ട് പോയാൽ ഇത് ഫുള്ള് ഇതിനകത്ത് ഒരു 15,000 ലിറ്ററോളം ഉണ്ടാവും. പിന്നെ എത്ര പെട്ടെന്ന് തീരും? ഒരു 10,000 ലിറ്റർ ഒരു എത്ര സമയം കൊണ്ട് തീരും? തിരക്കനുസരിച്ചാണ്. വേണം തീരും. തിരക്ക് കൂടുവാണെങ്കിൽ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരു സമയമായിട്ടൊന്നും ഇല്ലെന്ന് പോകും. എന്നാൽ ഈ കുടിവെള്ളം ആളുകൾക്ക് കിട്ടാതെ വരികയും കിട്ടുകയും ചെയ്യുന്നതിൻ്റെ കിട്ടുന്നവർക്കൊരു വലിയ സന്തോഷമാണ്. കിട്ടാതെ ഇതുവരെയും വെള്ളത്തിന് ഷോർട്ടേജ് വന്നിട്ടില്ല. ഇല്ല, ഇതുവരെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് വെള്ളം ഉണ്ടാക്കുന്നവരെന്ന് ആർക്കും അറിയില്ലായിരിക്കും അല്ലേ? എന്തായാലും ഈ മല കയറി വരുമ്പോൾ ആ ഒരു ചൂട് വെള്ളം ഉണ്ടല്ലോ, ഈ ആകെ ബുദ്ധിമുട്ടി കയറി വരുമ്പോൾ ആ ഒരു ഇത്തിരി ചൂടിൽ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാണ് ഈ മനുഷ്യർ എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. KP ദിനേശ്, G. ശ്രീജിത്ത്, News 18, ശരംകുത്തി.